എന്തിനാ ഇങ്ങനെ വാ വിളിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും ഡോക്ടർമാര് വാ തുറക്കാനല്ലേ പറയാ. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പൊളിച്ചെന്നേ ഉള്ളൂ. അതിന്റെ കാര്യമൊന്നുമില്ല. മുഖം കണ്ടാല് ആയുർവേദം രോഗം നിശ്ചയിക്കും. അവിടെ ഇപ്പൊ എന്താ അസുഖം? ചൂണ്ട് വിരലിന്റെ അറ്റത്തൊരു പെരുപ്പ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 1 മാസമാകുന്നു. 1 മാസമായിട്ട് വെച്ചോണ്ടിരുന്നോ? ഇനി പിന്നെ ആ പെടലി ഒന്ന് തിരിച്ചു നോക്കി. പ്രയാസമുണ്ടോ? ഉണ്ട്. തിരിക്കാൻ പ്രയാസമുണ്ട്? ഉണ്ട്. അമ്മാൻ എന്താ ജോലി? എനിക്ക് പണിയൊന്നുമില്ല. എന്റെ മക്കൾ 2 പേരും ഗൾഫിലാ. അപ്പോൾ പണത്തിന് ക്ഷാമമില്ല. ക്ഷീരബല 101 ആവർത്തി, ഒരു 10 ദിവസം നസ്യം, ഒരാഴ്ച തളം, 1 മാസം കഷായം. പെടലിക്ക് പുരട്ടാവുന്ന എണ്ണയുണ്ട്, അതുകൊണ്ട് കുറഞ്ഞോളും. ഇനി വീണ്ടും ശല്യം ചെയ്യാതിരിക്കാൻ നമുക്കൊരു പിഴിച്ചിൽ ഒരു കിഴിയും കൂടെ നടത്തി കളയാം. ആട്ടെ, ഇപ്പൊ എത്ര വയസ്സായി? 65. ഒരു ബോട്ടില് ഊർജ 35 ഞാൻ ഫ്രീ ആയിട്ട് തരാം. അതിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആരോടും പറയാനൊന്നും പോണ്ട, രഹസ്യമായിട്ടാൻ കഴിച്ചു. അതെന്തിനാ? എന്തിനാന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങളല്ലാതെ പഴയ പോലെ ഇപ്പൊ ആരോഗ്യം തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ദിവസവും ഓരോന്ന് കഴിച്ചാല് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരെ മാതിരി അങ്ങോട്ട് ഒരു പുതിയ ജീവിതം കൈവരും. മനസ്സിലായി. ഇതിനെല്ലാം കൂടി എന്ത് ചെലവ് വരും? ഇതിനെല്ലാം കൂടെ 1250 അത്രേ ഉള്ളൂ. സഹദേവനോ? വാ, നിനക്കെന്താ അസുഖം? ദൈവം സഹായിച്ച് തൽക്കാലം അസുഖമൊന്നുമില്ല. എന്റെ കുടുംബത്തിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം. അല്ലാതെ സ്നേഹം നടിച്ച് പ്രതികാരം വീട്ടുന്നത് അന്തസ്സുള്ള തറവാട്ടുകാർക്ക് യോജിച്ചതല്ല. ഇരിക്കേ പറയട്ടെന്ന്. ഞാൻ എന്ത് പ്രതികാരം ചെയ്തെന്നാണ് ഈ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? എന്തിനാണ് കള്ളം പറഞ്ഞ അപ്പൂപ്പൻ അങ്ങോട്ട് അയച്ചത്? വല്യച്ഛൻ പിന്നെ അവിടെ ചോദിക്കേണ്ടത് എന്ന് ഏത് പീനൽ കോഡിലാ പറഞ്ഞിരിക്കുന്നത്? 892 പൂർണ്ണചന്ദ്രനെ കണ്ട മനുഷ്യനാ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇവിടെ ആവുമ്പോ 2 ഡോക്ടർമാരുള്ള വീടല്ലേ? ചേടാ സഹദേവ, വല്യച്ഛനെ ഇവിടെ നിർത്തുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധമില്ല. മാത്രമല്ല എനിക്ക് വലിയ ഉപകാരിയുമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ മരുന്നുകളെല്ലാം ആദ്യം പരീക്ഷിച്ച് നോക്കുന്നത് മൂപ്പരില്ല. എന്തു കൊടുത്താലും അങ്ങ് കഴിച്ചോളും. നല്ല ക്ലീൻ ബോഡിയല്ലേ, ഇമീഡിയറ്റ് റിസൾട്ടും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. ലതയ്ക്ക് വല്യച്ഛനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്തിനാ നമ്മുടെ ആൾക്കാരെ മറ്റുള്ളവരെ കൊണ്ട് വെറുതെ വഴി? നീ പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല സഹദേവ. എന്റെ വല്യച്ഛനെ ആകുന്നുള്ളൂ, എന്റെ അപ്പൂപ്പനാ. എന്റെ അച്ഛനെ ഞാൻ നോക്കുന്നില്ലേ? അതുപോലെ നിന്റെ അപ്പൂപ്പനെ നീയും നോക്കണം. മാത്രവുമല്ല അങ്ങേര് വീടും പറമ്പം നിങ്ങളുടെ പേരിലാണല്ലോ എഴുതി തന്നിരിക്കുന്നത്. അതൊക്കെ ശരിയാ. അപ്പൂപ്പനെ അവിടെ നിർത്തുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണ്ടേ? അത് ശരി. അപ്പൊ ഞങ്ങൾ അങ്ങ് സഹിച്ചേക്കണം. സഹദേവ, ഈ വീട്ടിലെ സകലമാന കാര്യങ്ങളും ചെയ്യുന്നത് ലത ഒറ്റൊരുത്തിയാ. രാവിലെ എന്തെല്ലാം പണി കഴിഞ്ഞിട്ട് ആ പാടം ഹോസ്പിറ്റലിലേക്ക് പോകുന്നറിയാമോ? വൈകിട്ട് തിരിച്ചു വന്നാൽ അവർക്ക് നിന്ന് തരിക നേരമുണ്ടോ? ഇതിനിടയ്ക്ക് MDക്ക് പഠിക്കണം. അതിനിടെ വല്യച്ഛന്റെ കൂടെ സൗകര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാ. കഷ്ടം. എന്തിനാ ചിറ്റപ്പ ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നത്? നീ ഒന്ന് കെട്ടി നോക്ക്, അപ്പൊ അറിയാമടാ മോനെ. ദേ, ഈ ടൈപ്പിലുള്ള മോനെ വിളി വേണ്ട. ഇത് ഞങ്ങൾ ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും വാടിയും പ്രതിയും മാറി മാറി വിളിക്കുന്നതാ. അതാ. അപ്പൊ മേല നീ എന്നെ ചിറ്റപ്പന്ന് വിളിക്കണ്ട. നിന്നെ പോലൊരുത്തിന്റെ ചിറ്റപ്പനാകാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. എന്ത് പ്രായമായാലും എന്റെ ചിറ്റപ്പനല്ലേ എനിക്ക് ചിറ്റപ്പാന്ന് വിളിക്കാൻ പറ്റൂ. ചിറ്റപ്പ എന്നുള്ള വിളി ചിറ്റപ്പൻ ഇഷ്ടമല്ലാന്ന് കരുതി ഞാൻ ആരെങ്കിലും കയറി ചിറ്റപ്പാന്ന് വിളിച്ചാൽ അവരുടെ ചിറ്റപ്പന്മാരെ എന്നെ ഓടിച്ചിട്ട് തല്ലും. അതിന്റെ ക്ഷീണം ചിറ്റപ്പനില്ല. അതെന്താ ചിറ്റപ്പൻ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു വന്നത്, തൽക്കാലം ഒരു ഗോൾ അടിച്ചു എന്ന് കരുതി ചിറ്റപ്പൻ ജയിച്ചു എന്ന് കരുതണ്ട. കളി ഇനിയും ബാക്കിയുണ്ട്. എന്താ ചേച്ചി ഇത്? BP വളരെ കൂടുതലാണല്ലോ. കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതെന്താ? കുറിച്ച് തന്ന മരുന്നൊന്നും കഴിക്കാറില്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മനസമാധാനം മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ? ചേച്ചിക്ക് എന്താ അത്രയ്ക്ക് മനസമാധാനക്കേട്? ഇടി ഭയങ്കരി. ആ കിളവനെ അങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചിട്ട് നീ എന്റെ മുമ്പിൽ നാടകം അഭിനയിക്കുക. എന്താ ചേച്ചി? അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു തഞ്ചവും ഇല്ല ഹേമേ. 1000 പൂർണ്ണയന്ത്രനെ കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. ഏയ്, ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തല്ലേ. BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. ഈ പ്രായത്തിൽ ഇത്രയും ആരോഗ്യമുള്ള ആളെ കാണുന്ന തന്നെ അപൂർവ. ഓ, ഇപ്പോഴൊന്നും കാണത്തില്ലായിരിക്കും ഇല്ലയോ? എവിടുന്ന്?
പുള്ളിക്കാരന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസല്ലേ. വല്യച്ഛന്റെ അച്ഛൻ മരിച്ചത് 98ാമത്തെ വയസ്സിലാണത്രേ. 108 കഴിഞ്ഞിട്ടാ മുത്തശ്ശൻ മരിച്ചത്. അയ്യോ. അച്ഛൻ എപ്പോഴും പ്രഭാകരന്റെ വീട്ടിലെ കാര്യം പറയാനേ നേരമുള്ളൂ. ഹേമയും മോളെയും പറ്റി പറയുമ്പോ നാക്കി തേനൂറും. അത് ചേച്ചി ചുമ്മാ പറയുക. ഞങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വല്യച്ഛൻ എന്താ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാത്തെ? അയ്യോ, വന്നാലുടനെ അവിടെ നിർത്തി പൂജിക്കല്ലേ മൂദേവി. പിറ്റേ ദിവസം അടിച്ചിറക്കും. ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം നിന്നാ മതി. ഉടനെ വല്യച്ഛനും മരുമകളെയും കൊച്ചുമക്കളെയും കാണുമെന്ന് വാശി തുടങ്ങും. എത്ര വന്നാലും ചേച്ചിയും മക്കളും കഴിഞ്ഞുള്ള ബന്ധമല്ലേ ഉള്ളൂ ഞങ്ങളോട്. അതുകൊണ്ടാ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ നിർബന്ധിക്കാത്തത്. പക്ഷേ അച്ഛന്റെ ശരീരമേ ഉള്ളൂ ഞങ്ങടങ്ങ്, മനസ്സ് നിങ്ങടങ്ങ്. ഇന്ന് രാവിലെ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞോണ്ട് ഇറങ്ങിയതാ. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോകണ്ടാന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത് ഞാനാ. നാളെ നേരം വെളുക്കുമ്പോ ആളെ നിങ്ങടങ്ങ് എത്തും. ഈശ്വര, ചതിച്ചോ? കൊറേ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയച്ചത്. നാളെ വീണ്ടും അങ്ങോട്ട് കെട്ടിയെടുക്കോ? എന്താ ഹേമേ? ഏയ്, ദേ അച്ഛന്റെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ വേണം കേട്ടോ. അത് പിന്നെ പറയണോ? ആ, അച്ഛൻ പച്ചവെള്ളത്തിൽ കുളിക്കണമെന്ന് വാശി പിടിക്കും. വെള്ളം ചൂടാക്കി തന്നെ കൊടുക്കണേ ഹേമേ. ആ ചേച്ചി, 2 ഗുളിക കൂടി കുറിച്ചിട്ടുണ്ട്. മുടങ്ങാതെ കഴിക്കണേ. ഓ, എന്നാ ചേച്ചി ചെല്ല്. ആ പിന്നെ എണ്ണ കുരുമുളക് ഇട്ട് മൂപ്പിച്ചേ കൊടുക്കാവൂ. പച്ച വെളിച്ചെണ്ണ ഒന്നും അച്ഛന് പിടിക്കത്തില്ല. അപ്പ പറഞ്ഞ പോലെ ഞാൻ വരട്ടെ ഹേമേ. പെൺകുട്ടികളായാൽ ഇങ്ങനെ ഒരുക്കം വേണം. രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരുങ്ങണം, കുളി കഴിഞ്ഞാൽ ഒരുങ്ങണം, സന്ധ്യാദീപം കൊളുത്തുന്നതിന് മുമ്പ് ഒരുങ്ങണം, രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകൂടൊന്ന് ഒരുങ്ങണം. അപ്പൊ തലയില് ഈ എലിവാര് പോലല്ല, നിറയെ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ ഒക്കെ വെക്കണം. നാളെ നിനക്കൊരുത്തം വരുമ്പോ ഇതിന്റെ മണം അവന് ഹരവാകും. അപ്പൂപ്പന്റെ ഒരു കാര്യം. അതിക്ക് പോളെ, നിന്റെ അമ്മൂമ്മയുണ്ടല്ലോ മഹേശ്വരി, അവക്ക് ഓരോ നേരം ഓരോ അഴകായിരുന്നു. മുഖത്ത് നോക്കിയാ പിന്നെ ആരും നിലത്ത് നോക്കുകയല്ല. ആ, അവിടെ അഴകിന്റെ എള്ളോളമെങ്കിലും കിട്ടിയിട്ടുള്ളത് നിനക്കാ മോളെ. പക്ഷേ നീ ഇങ്ങനെ ഉർവശി ചമഞ്ഞ് ഇവിടെ നിന്നാ പോരാ. പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? അമ്മയും ആങ്ങളമാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല പെൺകൊച്ചുങ്ങൾ ഒരുങ്ങേണ്ടത്. നിന്നെ കെട്ടാൻ പോണവനെ ആകർഷിക്കാൻ വേണ്ടിട്ടായിരിക്കണം. ആ, കെട്ടാൻ വരുന്നതിന് പണത്തിലും പണ്ടത്തിലും അല്ലേ ആകർഷണുള്ളൂ. എടി കൊച്ചേ നില്ല, അപ്പൂവൻ പറയട്ടെ. ഇത്തിരി പൊന്നോ പണമോ കൊടുത്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. പൊന്ന് പെണ്ണിന് അഴക് കൂട്ടത്തേ ഉള്ളൂ. നിനക്ക് 2 സഹോദരന്മാരുണ്ടല്ലോ, നകുലനും സഹദേവനും. നിനക്ക് വേണ്ടി അവരെന്തോ ചെയ്തു. അത് അവരല്ലേ ഓർക്കേണ്ടത്. അവർ ഓർത്തില്ലേ, നീ ഓർമ്മിപ്പിക്കണം. ചില തറവാടുകൾ കണ്ടിട്ടില്ലയോ, മൂക്കി പല്ലും കിളിച്ച് അപ്പച്ചിന്നും കുഞ്ഞമ്മയെന്നും ഒക്കെ പറഞ്ഞ് ഓരോ മുതുക്കികള് കെട്ടാച്ചരക്കായിട്ടിരിക്കുന്നേ. അതുപോലെ നീ ഇരുന്നു പോകുവേ. ആ, നിന്റെ തള്ളയ്ക്കും നിന്റെ കാര്യത്തിൽ ആദ്യം തോന്നാൻ വഴിയില്ല. എന്റെ മോനെ കണ്ണും കലാശവും കാണിച്ച് അവന്റെ തോളിൽ തൂങ്ങി ഇറങ്ങി പോന്നവളല്ലേ അവള്. അല്ലെങ്കിൽ മൂക്കി പല്ലും കിളിച്ച് അവളും അവിടെ വീട്ടിയിരുന്നേനെ. പിന്നെ എന്റെ മനസ്സിന്റെ ഒരു നന്മ കൊണ്ട് രണ്ടിനെയും 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടെ കുടിയിരുത്തി. ഇതൊന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയല, കൊമ്പനാനുള്ള തറവാട്ടിലിരുന്നല്ലേ അവിടെ ഭാവം. നിന്റെ കാര്യത്തിൽ അവരാരും മനസ്സ് വെക്കുന്നില്ലേ? നീ ഒരുത്തനെ വളച്ചു പിടിച്ച് ഇറങ്ങി ഇങ്ങ് പോ, നിന്റെ തള്ളയെ പോലെ. തുറന്ന് പറ കൊച്ചേ, നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലവരും ഉണ്ടോ? ഈ അപ്പൂപ്പൻ എന്റെ മനസ്സിലെങ്ങും ആരുമില്ല. ഇല്ലേ, കണ്ടുപിടിക്കണം. പക്ഷേ നിന്റെ അച്ഛനെ പോലെ സ്നേഹമുള്ളവനായിരിക്കണം. കാണാൻ വർക്കത്ത് വേണം. അല്ലാതെ ഈ അപ്പൂപ്പൻ പറഞ്ഞെന്ന് വെച്ച് കണ്ട അണ്ടന്റെ അടകോടന്റെ കൂടെ ഇറങ്ങി പോയാലുണ്ടല്ലോ, അന്നപ്പോ കാന്താരി മുള ഉടച്ച് കണ്ണിത്തേക്കും പറഞ്ഞേക്കാം. അപ്പൂപ്പൻ പറഞ്ഞ യോഗ്യതയുള്ള ഒരാൾ വരികയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കോ? നിൽക്കും, കാല് കഴിക്കുന്നവരെ നിൽക്കും. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ആ, വായിക്ക് രുചിയായിട്ടുണ്ടാ കാലം മറന്നു. അപ്പൂപ്പന് ഊണിന് എന്ത് കറിയാ വേണ്ടത്? ഓ, ഈ ചോദ്യം നിന്റെ വായിന്ന് കേൾക്കാൻ അപ്പൂപ്പൻ എത്ര നാളായിട്ട് കൊതിക്കുന്നെന്ന് അറിയാവോ? അപ്പൂപ്പൻ ഇഷ്ടമുള്ളതൊക്കെ മോളുണ്ടാക്കി തരുവോ? തരാം, പറഞ്ഞോളൂ. ഉറപ്പാണോ? ഉറപ്പ്. ഓ, എന്റെ ശ്രീപത്മനാഭ, ഇനി എന്റെ വെടി തീർന്നാലും വേണ്ടൂല്ല. മോളെ, ചോറ് വാർത്തെങ്കി എടുത്തോ, ഇല്ലേ കറികളൊക്കെ തീരുവേ. വെറുതെ വെക്കാതെ അപ്പൂപ്പ, ഇപ്പൊ കൊണ്ടുവരാം. ആ, അയ്യോ അയ്യോ
എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണുന്നത്? അച്ഛനെ ഞങ്ങളോട് ഇത്ര സ്നേഹമില്ലാതായോ? ജലജേ, എടി പെണ്ണെ ജലജേ, ഒരു പാടി പിശാചേ. ദേവാനി, നിനക്ക് എന്തോ പറ്റി? പറ്റിയത് എനിക്കല്ല, 1000 പൂർണ്ണേന്ദ്രനെ കാണുന്നവര് ജീവിച്ചിരിക്കണമെന്നല്ലേ അച്ഛനുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ വേണം. എന്ത് പറ്റിയമ്മേ? എന്ത് പറ്റിയെന്നോ? അച്ഛനോ പിള്ളേരുടെ സ്വഭാവം. നീ കൂടി ഇങ്ങനെ അങ്ങ് തുടങ്ങിയാലോ? ഹേമലത പറഞ്ഞപ്പോഴല്ലയോ ഞാൻ പോലും സത്യം അറിഞ്ഞത്. നീ എന്തോ അറിഞ്ഞെന്നാ? നിന്റെ അപ്പൂപ്പനില്ലാത്ത അസുഖങ്ങളില്ല മോളെ. വാദം, പിത്തം, കഫം, പ്രമേഹം, എന്തിനീ ചങ്കു പോലും പോക്കാ. അയ്യോ, എനിക്ക് ഒരു അസുഖവും ഇല്ല ദേവയാനി. അച്ഛൻ അങ്ങനല്ലേ പറയൂ. ഞങ്ങള് വിഷമിക്കുന്ന കാണാനേ അച്ഛന് പ്രയാസമാ. നീ ഇതെല്ലാം അങ്ങ് അകത്തെടുത്തോണ്ട് പോ മോളെ. അച്ഛന് മീനും ഇറച്ചും പച്ചക്കറി കഴിക്കൂടാ. ഇനി ഉപ്പിട്ട കഞ്ഞിയും ചുട്ട പപ്പടവും മാത്രം കൊടുത്താ മതി എന്നാ ഹേമ പറഞ്ഞേക്കുന്നേ. ഹേമ പറഞ്ഞാലെങ്ങനെ? അവളാരാ? അമ്മായിയപ്പനെ കണ്ടതൊക്കെ തീറ്റിച്ച് സൂക്കേടുകാരനാക്കിയെന്നുള്ള പേരുദോഷം കേക്കാൻ എനിക്ക് വയ്യേ. അച്ഛന്റെ ജീവനെ ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾക്ക് വലുതാ. ആഹാരമല്ല, സ്നേഹമാണ് വലുത് ദേവയാനി. കഞ്ഞിക്ക് ഉപ്പും വേണമെന്നില്ല. ഉപ്പും ആരോഗ്യത്തിന് ചീത്തയാ. അച്ഛന് കാര്യങ്ങൾ അറിയാവല്ലോ. ഓ, അതാ ഒരാശ്വാസം. ഒരു മാസത്തേക്ക് മേടിച്ച സാധനങ്ങൾ മുഴുവനും ഒരു നേരം കൊണ്ട് കളവനെ തീറ്റിക്കാന്ന് പറഞ്ഞ നീ ഒരു കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? അമ്മയ്ക്കല്ലേ ആൺമക്കൾ പ്രയാസപ്പെടുന്നതല്ലേ ഉള്ളൂ വിഷമം. ഞാൻ ഇവിടെ കിടന്ന് തീയും പുകയും കൊള്ളുന്നതിൽ ആർക്കും ഒരു ദണ്ണമില്ലല്ലോ. ചുമ്മാ അല്ല അപ്പൂപ്പൻ പറഞ്ഞത്. അപ്പൂപ്പൻ എന്താ പറഞ്ഞു? എല്ലാം പറഞ്ഞു. ആങ്ങളമാര് സമയത്ത് കെട്ടിച്ചയച്ചില്ലെങ്കിലേ അമ്മയുടെ വഴി തന്നെ നോക്കാൻ. ചരിത്രം മുഴുവനും വിളമ്പിയില്ലേ കളവനെ ഇന്ന് ഞാൻ നോക്കി. വെളിച്ചെണ്ണ വില കൂടി, കിണ്ടലിന് 3500 രൂപ. എന്റെ ശ്രീപത്മനാഭ, നിന്റെ വിളക്ക് തീരെ മുടങ്ങിയല്ലോ. പിണ്ണാക്ക് 680 രൂപ. ഓ, കന്നുകാലികളുടെ കാര്യവും പോക്കാ. ഓ, ഇത് ഏതവനാടാ ഈ വില കൂട്ടുന്നത്? ഞാൻ അങ്ങോട്ട് ഇറങ്ങി നേരത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലേ? കണ്ണും കലാശം കാണിച്ചതേ ഞാനല്ല, അച്ഛന്റെ മോൻ തന്നെ. ദൈവദോഷം പറയരുത് ദേവയാനി. നീ അല്ലേടി എന്റെ മോനെ അടിച്ചു മാറ്റിയത്. അടിച്ചു മാറ്റിയോ? എങ്കിൽ കണക്കായിപ്പോയി. അത് പോട്ടെ, അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ട് വേണോ എന്റെ മോടെ കെട്ടുകാര്യം ഞാൻ ആലോചിക്കാൻ? ഞാൻ അതിന് അവക്ക് അന്യനാന്നോടി. ഞാൻ പറഞ്ഞ കാര്യമില്ലയോ? മാങ്കോയിക്കൽ കുടുംബത്തിൽ 17 കഴിഞ്ഞൊരു പെണ്ണ് ഇന്നുവരെ നിന്നിട്ടില്ല. എന്റെ മോൻ അരവിന്ദാക്ഷൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ, എവിടെയെന്ന് ഇപ്പൊ നിൽക്കുമായിരുന്നോ? അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ അച്ഛൻ തന്നെ അവളെ അങ്ങ് പറഞ്ഞേക്കാൻ നോക്ക്. അതിന് മനസ്സ് മാത്രം പോരല്ലോ ദേവയാനിയെ. എനിക്ക് ആ പാഠം ഉണ്ടായിരുന്നത് ഈ വീടും പറമ്പുവാ. അത് നിങ്ങൾക്ക് തന്നെ അല്ലയോ ഞാൻ എഴുതി തന്നത്? എനക്കത് അറിയരുതോ? ഇനി എന്റെ കയ്യില് കഴിവില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി മിണ്ടാതൊരു മൂലക്കിരിക്കണം. എന്റെ മക്കളുടെ സ്വഭാവം അച്ഛന്റെ സ്വഭാവം കൂടെ ചേരത്തില്ല. വെറുതെ എന്തിനാ അതും ഇതും പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഒരു കലഹം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രഭാകരന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവിടെ ആണെങ്കിൽ അമ്മക്കുട്ടിയെ കളിപ്പിച്ച അച്ഛന് നേരം കളയാവല്ലോ. അതുള്ളതാ. എന്നാലും അവിടെയും പ്രശ്നമുണ്ട് ദേവയാനി. എന്തുവാ പ്രശ്നം? ഞാൻ ഏമലതേ മുന്നാളാ. അവക്കെന്നെ കാണുന്നതേ ചതുർത്ഥിയാ. എന്നാ പിന്നെ പെങ്ങടങ്ങ് പോണം. അവര് പൊന്നുപോലെ നോക്കുന്നല്ലേ അച്ഛൻ തന്നെ പറയുന്നേ? നോക്കും, ഉണുത്താ എന്നെ പൊന്നുപോലെ തന്നെ നോക്കും. പക്ഷെ അവിടെ മോനുണ്ടല്ലോ, മംഗളം മങ്കൊമ്പ്, അവന്റെ തന്തയുടെയും കാര്യം